Namaskaram, welcome to Rasatantra Academy. Develop your chemistry with chemistry. Myself, Fanny Smith. Now, we will elimination reactions, reaction with metals. This haloalkanes. Haloarenes electrophilic substitutions in class. Alkyl halides three different chemical properties, chemical reactions. That is nucleophilic substitutions. Now, elimination reaction. We will elimination. Dehydrohalogenation, alkanes in the preparation. CH3, CH2, CH2, Cl. This example we have a notation alpha carbon, beta carbon, delta carbon. That is halogen or functional group directly attached to the carbon atom. Alpha carbon alpha yoda attach ചെയ്തിരിക്കുന്ന carbon beta എന്ന് പറയും beta yoda attach ചെയ്തിരിക്കുന്ന carbon delta എന്ന് പറയും understood ഇനി ആൽഫയിലുള്ള ഹൈഡ്രജൻസിനെ alpha hydrogens എന്ന് പറയും ബീറ്റയിലുള്ള ഹൈഡ്രജൻസിനെ beta hydrogens എന്നും ഡെൽറ്റയിലുള്ള ഹൈഡ്രജൻസിനെ delta hydrogens എന്നും പറയും ഈ ഒരു notation ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നടക്കാൻ പോകുന്ന chemical reaction is going to take place only if there is a beta hydrogen. Beta elimination എന്നാണ് ഇതിനെ പറയുന്ന മറ്റൊരു പേര്. Alcoholic base ന്റെ presence-ലാണ് ഈ chemical reaction നടക്കുന്നത്. സാധാരണ വെറുതെ base ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ nucleophilic substitution ആണ് നടക്കുക. പക്ഷേ ഇവിടെ ആൽക്കഹോളിന്റെ presence-ലാണ് ഈ chemical reaction beta elimination നടക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. CH2 CH2 Cl. ഇങ്ങനെ എഴുതി ടീച്ചർ ഇതൊരു alkyl halide ആണ് അതിൽ ഈ ഹാലോജനെ ഇങ്ങനെ എഴുതി അതുപോലെ ഇതിനകത്തെ ബീറ്റാ ഹൈഡ്രജനെയും ടീച്ചർ ഇങ്ങനെ താഴോട്ട് ഇറക്കി എഴുതി പ്ലസ് ബേസ് ഇൻ ദി പ്രസൻസ് ഓഫ് ആൽക്കഹോൾ ആൽക്കഹോളിക് ബേസ് ആയിരിക്കണം കേട്ടോ ഇത് അപ്പോൾ KOH ഒക്കെയാണ് യൂസ് ചെയ്യുക there will be an alcohol also. അപ്പോൾ എന്ത് നടക്കും ഈ HCl eliminate ചെയ്യും അപ്പോൾ ഈ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനും ഈ കാർബണിൽ നിന്ന് ഹാലജനും പോയി കഴിഞ്ഞാൽ പിന്നെ ഈ കാർബണിൻ്റെ ഇടയിൽ രണ്ട് കാർബൺ ആറ്റംസിൻ്റെ ഇടയിൽ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യും സോ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl. This is known as elimination. ആരാണ് എലിമിനേറ്റ് ചെയ്തത് HCl-നെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തത് അല്ലേ ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് HCl മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു സപ്പോസ് നമ്മുടെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൽ രണ്ട് ഡിഫറെൻറ്റ് പൊസിഷൻസിൽ ബീറ്റാ ഹൈഡ്രജൻസ് ഉണ്ടെന്ന് വിചാരിക്കും ഫോർ എക്സാമ്പിൾ ഇതെന്താണ് മോളിക്യൂൾ 2-bromopentane isn't it 2-bromopentane this is the alpha carbon അല്ലേ this is also a beta carbon this is also a beta carbon അല്ലേ അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബീറ്റാ ഹൈഡ്രജൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ എവിടെയാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക ഇവിടെ ആയിരിക്കുമോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുമോ അതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം Zaitsev rule എന്ന് പറഞ്ഞിട്ടൊരു റൂളാണ് തരുന്നത് ഈ സ്പെല്ലിംഗ് ഈസ് ലൈക്ക് ദിസ് Zaitsev പ്രൊനൗൺസ് ചെയ്യുന്നത് Zaitsev റൂൾ രണ്ട് തരത്തിലും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് എവർ ഇറ്റ് ഈസ് ദ റൂൾ ഇസ് ലൈക്ക് ദിസ് വെൻ there is the formation of an alkene due to a beta elimination then the product will be the major product will be the one with more number of alkyl groups around the double bonded carbon atom എന്താണ് മനസ്സിലായത് alkene ഫോം ചെയ്യുന്നതിൽ കൂടുതൽ alkyl groups ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസിന് ചുറ്റും ഏറ്റവും കൂടുതൽ alkyl groups ഉള്ള alkene ഏതാണോ അതാണ്
മേജർ പ്രോഡക്റ്റ് എന്ന്. നമുക്കൊന്ന് എഴുതി നോക്കാം, പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. സോ നോട്ട് ദിസ് തിങ്, സെയ്റ്റ്സെഫ് റൂൾ. നോട്ട്സ് ഫുൾ നോട്ട്സ് ആയിട്ടുണ്ട്, ഒരുമിച്ച് പോസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. KOH in alcohol. അപ്പോൾ സപ്പോസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് CH2. ഈ ഹൈഡ്രജൻ ആണ് പോയതെങ്കിൽ ഇത് നമുക്ക് A എന്ന് മാർക്ക് ചെയ്യാം. പ്ലസ് ഇനി ഈ ഹൈഡ്രജൻ ആണ് പോയതെങ്കിൽ CH3 CH2 CH ഡബിൾ ബോണ്ട് CH3. ദിസ് ഇസ് D. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസ് എടുത്ത് നോക്കാം. ലുക്ക് അറ്റ് ദിസ് വൺ, ദീസ് ടു കാർബൺ ആറ്റംസ്. ഇതിനകത്ത് എത്ര ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്? ഇവിടെ രണ്ടും ഹൈഡ്രജൻ ആണ്. ഈ കാർബൺ ആറ്റത്തിൽ രണ്ടും ഹൈഡ്രജൻ ആണ്. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദർ ഇസ് എ സിംഗിൾ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇനി ഈ സെക്കൻഡ് ബി എന്ന പ്രോഡക്റ്റ് നോക്കൂ. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ കാർബൺ ആറ്റത്തിൽ ഒരു ഹൈഡ്രജനും മറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പും കൂടി ഉണ്ട്. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ മോർ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉള്ള ആൽക്കീൻ ഏതാണോ, ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺ ആറ്റംസിൽ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൽക്കീൻ ഏതാണോ അതായിരിക്കും മേജർ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ ബി ആണ് മേജർ പ്രോഡക്റ്റ്. ദിസ് ഇസ് മേജർ. അപ്പോൾ നിങ്ങളോട് കംപ്ലീറ്റ് ദ റിയാക്ഷൻ പറയും. കംപ്ലീറ്റ് ദ റിയാക്ഷനിൽ മേജർ ഏതാണെന്ന് നിർബന്ധമായിട്ടും എഴുതണം. അണ്ടർസ്റ്റുഡ്? അടുത്ത ടൈപ്പ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. മിക്കവാറും ആൽക്കൈൽ ഹാലൈഡ്സ്, അതായത് ആൽക്കൈൽ ബ്രോമൈഡ്സ്, അയഡൈഡ്സ്, ക്ലോറൈഡ്സ്, ഇവർ മൂന്നും മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മെറ്റൽ ബോണ്ട്സ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അവരെയാണ് നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. 1900 വിക്ടർ ഗ്രിഗ്നാർഡ് എന്ന് പറഞ്ഞ ഒരു കെമിസ്റ്റ്, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്തു. ഈ ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സിനെ ഗ്രിഗ്നാർഡ്സ് റിയേജൻസ് എന്ന് അദ്ദേഹം പേരിട്ടു. ഗ്രിഗ്നാർഡ്സ് റിയേജൻസ്. ഇവര് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. കാരണം ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഗ്രിഗ്നാർഡ്സ് റിയേജൻസിനെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓപ്പറേഷൻ നോക്കിക്കോളൂ. CH3 CH2 Br plus magnesium in the presence of ether, dry ether ആണ്, dry ether, you get CH3 CH2 MgBr. ഈത്തൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ് ആ കോമ്പൗണ്ട്. അപ്പം ഇതിനകത്ത് കാർബൺ മെഗ്നീഷ്യം ബോണ്ട് എന്ന് പറയുന്നത് കോവാലന്റ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഹൈലി പോളാർ ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഹൈലി റിയാക്റ്റീവ് ആണ്. ദിസ് കോമ്പൗണ്ട് ഇസ് ഹൈലി റിയാക്റ്റീവ്. ഏതൊരു പ്രോട്ടോൺ സോഴ്സിൽ നിന്നും ഇത് പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. കാണിച്ചു തരാം. ഈവൻ വിത്ത് വാട്ടർ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ആ CH3 CH2 MgBr, വാട്ടർ ഒരു പ്രോട്ടോൺ സോഴ്സ് ആണല്ലോ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഒരു പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് CH3 അതല്ലേ ഹൈഡ്രോ കാർബൺ, പിന്നെ MgOH that is the other product. അപ്പോൾ ഏതൊരു പ്രോട്ടോൺ സോഴ്സ്, ഈവൻ ട്രേസസ് ഓഫ് മോയ്സ്ചർ is enough for this Grignard's reagent to get converted to the
കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ. അപ്പോൾ ഹൈഡ്രോകാർബൺ ഉണ്ടാക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഗ്രിഗ്നാർഡ്സ് റിയേജൻറ്റിനെ ഒരു പ്രോട്ടോൺ സോഴ്സുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിയേജൻസിനെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ബിക്കോസ് ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ദി ഹൈഡ്രോകാർബൺസ്. ഓക്കെ, അടുത്തത് വുഡ്സ് റിയാക്ഷൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന വുഡ്സ് റിയാക്ഷൻ എന്താണ്? ആൽക്കൈൽ ഹാലൈഡും എന്തിൻ്റെ പ്രസൻസിൽ? സോഡിയം മെറ്റലിൻ്റെ പ്രസൻസിൽ. ടീച്ചർ ഇങ്ങനെ എഴുതാണ് ClCH3 ഇൻ ദി പ്രസൻസ് ഓഫ് ഡ്രൈ ഈത്തർ. എന്ത് സംഭവിക്കും? 2 molecules of sodium chloride will be eliminated and an alkane is formed. This is Wood's reaction. അപ്പോൾ ഈവൻ നമ്പർ ഉള്ള ആൽക്കെയിൻസിനെയാണ് നമുക്ക് കിട്ടുക, isn't it? ഓഡ് നമ്പർ കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻസിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ്സ് 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് ആയിരിക്കണം. അങ്ങനെ 2 ഡിഫറെൻറ്റ് ആൽക്കൈൽ ഹാലൈഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മിക്സ്ചർ ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ആ മിക്സ്ചർ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർ ഈൽഡ് നമുക്ക് കിട്ടില്ല. സോ വി യൂസ് ദിസ് വുഡ്സ് റിയാക്ഷൻ ടു പ്രിപ്പയർ ആൽക്കെയിൻസ് ഹാവിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഓക്കെ, ഹാലോ ആൽക്കെയിൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹാലോ എരീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.